നമ്മൾ ഹൗസ് ഓഫ് വെർജിൻ മേരിയിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ എഫേസൂസിലേക്ക് പോവുകയാണ്. എഫേസൂസിൽ ഒരാൾക്ക് 40 യൂറോ ആണ് എൻട്രൻസ് ഫീ. അപ്പോൾ പൗലോസ് ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം എന്ന് കേൾക്കാത്ത ക്രിസ്ത്യാനികൾ കുറവായിരിക്കും. അപ്പോൾ അതേ എഫേസൂസിലേക്കാണ് പോകുന്നത്. ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ റൂയിൻസ് ഫുൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഹൗസ് ഓഫ് ദ വെർജിൻ മേരിയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് മൗണ്ട് കൊറീസോസ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ് വീടുള്ളത്. അപ്പോൾ ഈ മല മുഴുവൻ നമ്മൾ തിരിച്ചിറങ്ങി താഴെ എത്തുമ്പം ഇതിൻ്റെ അടിവാരത്താണ് എഫേസോസ് ഉള്ളത്. അപ്പോൾ ഇത് ഇസ്മിർ പ്രൊവിൻസിൽ സെൽച്ചുക്ക് എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഈ എഫേസോസ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴി നമുക്ക് താഴേക്ക് കാണാവുന്ന ഈ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, ടൗൺ ഏരിയ ഉണ്ടല്ലോ, അത് സെൽച്ചുക്കാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ താഴെ എത്തുമ്പോഴേക്കുമാണ് നമുക്ക് എഫേസോസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനിയിപ്പം നമ്മൾ കുസദാസി എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടർക്കിഷ് ലാംഗ്വേജിൽ FS എന്ന് എഴുതിയിരിക്കുന്ന ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫേസോസിൻ്റെ അവിടെ എത്തിച്ചേരാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, സിറിഞ്ചി എന്ന് പറഞ്ഞിട്ട്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇവിടെ. എത്തി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ ഇറക്കി വിടും. എന്നിട്ട് നമ്മൾ കണ്ട് താഴെ വരുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റിൻ്റെ വാങ്ങിക്കാനുള്ള കൗണ്ടറുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 40 യൂറോ അല്ല 52 യൂറോ ആണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. അത് 52 യൂറോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് മ്യൂസിയം അതുപോലെ തന്നെ ടെറസ്റ്റ് ഹൗസ് റീബിൽഡ് ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും. പിന്നെ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷേ പാസ്പോർട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കാണിച്ചുകൊണ്ട് കെബ്രോണിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഇനി നമുക്ക് പതിയെ അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ വരിയായിട്ട് നിരയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയാണ് ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയോ 10th സെഞ്ച്വറി BC-ലാണ് ഈ എഫേസോസ് എന്ന് പറയുന്ന സിറ്റി ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അത് ഗ്രീക്ക് എംപയറിൻ്റെ കീഴിലായിരുന്നു. ഏൻഷ്യൻ ഗ്രീസിൻ്റെ പാർട്ടായിരുന്നു അത്. അതിനുശേഷം പിന്നീട് ഏകദേശം 1-ാം നൂറ്റാണ്ടിൽ 1st സെഞ്ച്വറി BC-യിൽ ഇത് റോമൻ റിപ്പബ്ലിക്കിൻ്റെ കീഴിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമുണ്ടായിരുന്ന ഗ്രീക്ക് ബിൽഡിങ്സൊക്കെ അവർ റോമൻ രീതിയിലേക്ക് മാറ്റി. അങ്ങനെ ഇതൊരു റോമൻ ടൗൺ അല്ലെങ്കിൽ സിറ്റി ആയിരുന്നു. പിന്നെ അതിനുശേഷം 7-ാം നൂറ്റാണ്ടിൽ ഇത് ഭൂമികുലുക്കത്തിൽ നശിച്ചു പോയി. അതിൻ്റെ ഇടയിൽ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ഇത് കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭൂമികുലുക്കത്തിലാണ് മൊത്തമായിട്ട് തകർന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു മാപ്പാണ്, ഈ സിറ്റിയുടെ മാപ്പാണ്. അതിൽ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടൊരു കാണാനുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ബാത്ത് ഓഫ് വാരിയൂസ്. അപ്പോൾ ഇത് ഒരു റോമൻ വാരിയൂസ് എഫേസുകാർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു ബാത്താണ് ഇത്. ഇതിൻ്റെ അപ്പർ ഗേറ്റ് നോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു ലോങ് ട്രാവലൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ വന്ന് ബാത്ത് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് എഫേസസിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുക. ഇതാണ് സ്റ്റേറ്റ് അഗോറ. അഗോറ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാതറിംഗ് പ്ലേസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കയറി വരുമ്പോഴേ എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ സിറ്റിയുടെ ഒരു ഫുൾ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ മോഡലിൽ പോയി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് എഫേസസ് സിറ്റിയുടെ മോഡൽ. അപ്പോൾ ഈ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്നതാണ് മാഗ്നീഷ്യൻ ഗേറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കോട്ടവാതിൽ എന്നൊക്കെ പറയില്ലേ, അതേ സംഭവമാണ്. അപ്പോൾ അതുവഴി കയറി വരുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പോർഷനിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റ് അഗോറ, കൊമേഴ്ഷ്യൽ അഗോറ, ഇത് ഫുൾ അതിനകത്തുണ്ട്. പിന്നെ എന്താ പറയുക, ഇവരുടെ ഗ്രേറ്റ് തിയേറ്റർ, ഇത് മൊത്തത്തിൽ ഈ ഒരു എഫേസസ് സിറ്റിയുടെ ഇൻക്ലൂഡഡാണ്. ഈ ഒരു നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു ഏരിയ മാത്രമല്ല, ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് ആർട്ടിമീസ് ടെമ്പിൾ, അതുപോലെ തന്നെ സെൻറ്റ് ജോൺസ് ബസിലിക്ക ഒക്കെ ഈ ഒരു മോഡലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഗേറ്റഡ് ആയിട്ടുള്ള മതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മളിപ്പോൾ ഈ എഫേസസ് ഇപ്പോൾ കയറി കാണുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് പോർഷൻസ് ആണ് കാണാം, പക്ഷേ ഇത് ഫുൾ സെറ്റിൽമെൻ്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മളുടെ വാരിയസ് ബാത്താണ്. അതിനുശേഷമുള്ളത് സ്റ്റേറ്റ് അഗോറ. ഈ സ്റ്റേറ്റ് അഗോറ റോമൻ റിപ്പബ്ലിക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു റിപ്പബ്ലിക് ആയിരുന്നതുകൊണ്ട് തന്നെ അവർ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഒക്കെ എടുത്തിരുന്നത് സ്റ്റേറ്റ് അഗോറയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു ഓഡിയോണുണ്ട്. അവിടെയാണ് അവർ പാർലമെൻറ്റ് കൂടുന്നതും അല്ലെങ്കിൽ കൺസേർട്ട് നടത്തുന്നതൊക്കെ. അപ്പം സ്ത്രീകൾക്കും സ്ലേവ്സിനുമൊക്കെ ഇത് കാണാനായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് സ്റ്റേറ്റ് അഗോറ. സ്റ്റേറ്റ് ഗ്യാതറിംഗ് എന്നുള്ളതേ ഉള്ളൂ സ്റ്റേറ്റ് അഗോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. നടക്കുന്നതൊക്കെ സ്റ്റേറ്റ് അഗോറയുടെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഇവിടെ ഒരു
ഒരു ഈജിപ്ഷ്യൻ ഗോഡസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു ടെമ്പിളുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഈജിപ്ഷ്യൻ ഗോഡസിന് വേണ്ടിയിട്ട് ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ആകുന്നത്. അത് ടെമ്പിൾ ഓഫ് ഐസിസ്, അത് ഈ സ്റ്റേറ്റ് അഗോറയിലുള്ളത് തന്നെയാണ്. അപ്പം ഐസിസ് ദേവതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിളാണ് ഐസിസ് ടെമ്പിൾ. അത് പിന്നീട് റോമൻ എംപയർ അഗസ്റ്റസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റോമൻ റിപ്പബ്ലിക് ആയതിനു ശേഷം. അപ്പം ഇതും സ്റ്റേറ്റ് അഗോറയുടെ പാർട്ടാണ്. ഈ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഓഡിയോൺ ആണ്. ഓഡിയോൺ ഈ സ്റ്റേറ്റ് അഗോറയുടെ കൂടെയുള്ള ഒരു ആംഫി തിയേറ്റർ മാതിരിയുള്ള ഒരു സംഭവമാണ്. അവിടെയാണ് പാർലമെൻറ്റ് കൂടിയിരുന്നതും എന്താ പറയുക കോൺസേർട്സ് ഒക്കെ നടത്തിയിരുന്നതൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സെമി സർക്കിൾ ഷേപ്പിൽ ആംഫി തിയേറ്റർ പോലെ ചൂട് വരുന്നില്ല കേട്ടോ. പുറത്ത് പൊള്ളുന്ന വെയിലാണ്, പക്ഷെ ഇതിനകത്ത് ഭയങ്കര കൂളാ, AC ഇട്ട പോലെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഓഡിയോൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലൊരു കുഞ്ഞു വാതിൽ പോലെ കാണുന്നുണ്ട്. ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്റ്റെയർസ്. അപ്പോൾ അതുവഴി താഴേക്ക് ഇറങ്ങാം. ആക്ച്വലി പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഈ സ്റ്റെയർസ് ഇരിക്കുന്ന ടണലില്ലേ, അതിനകത്ത് കയറി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പാണ്, നല്ല AC-ലിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഓഡിയോണിന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് അഗോറ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള മലനിരകളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഡിസിഷൻസൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെയായിരുന്നു ഇവർ പാർലമെൻറ്റ് കൂടിയിരുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ആളുകളെയും പിന്നെ ചുറ്റുമുള്ള പ്രകൃതിയും ഒക്കെ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, ഇതൊക്കെ കണ്ട് നമുക്ക് മടുക്കില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ശരിക്കും ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ ഇവർ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ ലൈഫൊക്കെ എത്ര ലക്ഷൂറിയസ് ആയിരുന്നു എന്ന് നമ്മൾ വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓഡിയോന്ന് ഇറങ്ങി. ഇനി നമ്മൾ നമ്മുടെ ബാക്കി എഫേസൂസ് ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ആക്ച്വലി 2 ഗൈഡഡ് ടൂർസ് പോകുന്നുണ്ട്. ഒരു ജർമ്മൻ ആണെന്ന് തോന്നുന്നു ഒരു ലാംഗ്വേജ്, പിന്നെ ഒന്ന് ഒരു സൗത്ത് കൊറിയൻ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ മുമ്പിൽ പോകുന്നതുകൊണ്ട് അവരുടെ പുറകിൽ നമ്മൾ പോവുകയാണ്. കാരണം നമുക്കവർ അങ്ങ് കട്ട് ചെയ്യാനും പറ്റില്ല, കാരണം വലിയ ഗ്രൂപ്പ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ പുറകിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് പ്രൈറ്റേനിയോൺ ഒരു ടെമ്പിളാണ്. ഗ്രീക്ക് ഗോഡസായ ഹെസ്റ്റിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ. ഇവിടെയാണ് ഈ എറ്റേണൽ ഫ്ലെയിം, ഹോളി ഫയർ ലിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ഗ്രീക്ക് മിത്തോളജി ആയിട്ട് റെഫറൻസ് ഉള്ള മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരു എറ്റേണൽ ഫ്ലെയിമിൻ്റെ ഐഡിയ ഉണ്ടാവും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റൽ വെർജിൻസും ഉണ്ടാവും. അപ്പോൾ അവർ ഈ വെസ്റ്റൽ വെർജിൻസ് എല്ലാം ഗോഡസ് ഹെസ്റ്റിയയുടെ പ്രീസ്റ്റസസ് ആണ്. അപ്പം ഇതൊരു ഗ്രീക്ക് മിത്തോളജിയിൽ ഗോഡസ് ഹെസ്റ്റിയ, റോമൻ മിത്തോളജിയിൽ അല്ലെ റോമൻ റിലീജിയനിൽ വെസ്റ്റ, അതാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും വിർജിൻ ഗോഡസസ് ആണ്. അപ്പം ഹെസ്റ്റിയ ആണെങ്കിൽ ആദ്യത്തെ 12 ഒളിമ്പ്യൻസ്, അതായത് നമ്മൾ സ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു 12 ഒളിമ്പ്യൻസിലെ ഫസ്റ്റ് ഏറ്റവും ആദ്യം ഉള്ളത് ടൈറ്റാൻസ് ക്രോണോസിൻ്റെയും റിയയുടെയും ഫസ്റ്റ് ബോൺ ചൈൽഡാണ് ഹെസ്റ്റിയ. ഇവരാണ്. അപ്പം ഒരു ഫാമിലി കൺസെപ്റ്റിൻ്റെ ഒക്കെ ഒരു ഗോഡസ് ആണ് ഹെസ്റ്റിയ. ഇവരൊരു വെർജിൻ ഗോഡസ് ആണ്. ഇവരുടെ പ്രീസസ് ആണ് വെസ്റ്റൽ വെർജിൻസ്. ഗ്രീക്ക് ഒരു സൊസൈറ്റിയിൽ ഈ വെസ്റ്റൽ വെർജിൻസിന് ഭയങ്കരമായ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊരു ഹൈ പൊസിഷനാണ് ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ പേരുകൾ ഇവിടെ ഉണ്ടായിരുന്ന വെസ്റ്റൽ വെർജിൻസിൻ്റെയും പേക്കുറേറ്റ്സിൻ്റെയും പേരുകൾ മൊത്തം ഈ 2 തൂണിലും എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഫൗണ്ടൻ ഓഫ് പോളിയോ. ഇത് പോളിയോ എന്ന് പറയുന്ന ഒരു റോമൻ പണിത് റോമൻ എംപററായ ഡൊമിനീഷ്യന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഫൗണ്ടനാണ്. ഇങ്ങനത്തെ കുറേ എഫേസസിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ടെമ്പിൾ ഓഫ് ഡൊമിനീഷ്യൻ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഫൗണ്ടിൻ്റെ അടുത്തുനിന്ന് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ഡൊമിനീഷ്യനാണ്. ഇത് റോമൻ എംപറർ ഡൊമിനീഷ്യന് വേണ്ടി പണിത ഒരു ടെമ്പിളാണ്, ടെമ്പിൾ ഓഫ് ഡൊമിനീഷ്യൻ. എഫേസസിൻ്റെ സിറ്റി സെൻറ്ററിൽ പണിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടെമ്പിളാണ് ടെമ്പിൾ ഓഫ് ഡൊമിനീഷ്യൻ എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വലിയൊരു തലയും ഡൊമിനീഷ്യൻ്റെ വലിയൊരു കൈയും ഇതിൽ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെമ്മിയൂസ് മോണമെൻ്റ് ആണ്. ഇത് മെമ്മിയൂസിന് വേണ്ടിയിട്ടും ആളുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള സുള്ളയ്ക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോണമെൻ്റ് ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സെഞ്ച്വറി BC-യിലാണ്. അപ്പം കിങ് ഓഫ് പോണ്ടസ് എഫേസസിനെ പിടിച്ചടക്കി കിങ് ഓഫ് പോണ്ടസിനെ എഫേസസിനെ മോചിപ്പിച്ചത് മെമ്മിയൂസ് ആണ്. അദ്ദേഹം ഒരു ജനറലായിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മോണമെൻ്റ് ആണ് മെമ്മിയൂസ് മോണമെൻ്റ്. നെക്സ്റ്റ് പോകുന്നത് ക്യൂററ്റ് സ്ട്രീറ്റിലേക്കാണ്. ഇത് എഫേസസിലെ 3 സ്ട്രീറ്റ്സിൽ വൺ ഓഫ് ദി മെയിൻ സ്ട്രീറ്റ്സ് ആണ്. ഇത് ഹെർക്കുലീസ് ഗേറ്റ് മുതൽ ആർട്ടമീസ് ടെമ്പിൾ വരെ റൺ ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണ്. അപ്പം ഈ ആർട്ടമീസിൻ്റെ പ്രീസ്റ്റസ് അറിയപ്പെടുന്ന ക്യൂററ്റ്സ് എന്നാണ്. അവർ നടന്നു പോകുന്ന വഴി ആയതുകൊണ്ടാണ് ഇതിനെ ക്യൂററ്റ് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതായത് പ്രീ റോമൻ ടൈമിൽ ഇത് ആർട്ടമീസ് ടെമ്പിളും അതിനുശേഷം റോമൻ എംപയർ വന്നതിന് ശേഷം ഗോഡസസ് ഹെസ്റ്റിയയുടെ ടെമ്പിളുമായി മാറിയായിരുന്നു അത്. അപ്പോൾ ആദ്യം ആർട്ടമീസിൻ്റെ പ്രീസ്റ്റസ് അല്ലെ പ്രീസ്റ്റിനെയാണ് ക്യൂററ്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഹെസ്റ്റിയൻ്റെ ടെമ്പിൾ വന്ന ശേഷം വെസ്റ്റൽ വെർജിൻസ് അല്ലെ ഹെസ്റ്റിയയുടെ പ്രീസ്റ്റസും ഇതേ ട്രൈബിലേക്ക് വന്നു. അപ്പം ഇവർ ഒരു 9 പ്രീസ്റ്റസ് ഉള്ള ഒരു ട്രൈബാണ്. അവർ ഈ ആർട്ടമീസിൻ്റെ ബർത്ത് റീഎനാക്ട് ചെയ്ത് കാണിച്ചിരുന്നു ഈ വഴിയിലൂടെ എന്ന് പറയപ്പെടുന്നു. സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ടെറസ്ഡ് ഹൗസസ് ഉള്ളത്. ഈ ടെറസ്ഡ് ഹൗസ് അല്ലെങ്കിൽ ഹിൽ സൈഡ് ഹൗസ് എന്ന് പറയുന്ന പഴയ റോമൻ വീടുകളാണ് കേട്ടോ. കാണുന്നതാണ് ട്രാജൻ ഫൗണ്ടൻ. ഇത് റോമൻ എംപറർ ട്രാജന് വേണ്ടിയിട്ട് പണിത ഒരു ഫൗണ്ടനാണ്. അതുപോലെ തന്നെ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടമീസ് ദേവതയ്ക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇതിനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്യുറേറ്റ് സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലെ ടെറസ്ഡ് ഹൗസ് ആണെന്ന്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് ടെറസ്ഡ് ഹൗസസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ടെറസ്ഡ് ഹൗസിനെ അവർ ഒരുമാതിരിയൊക്കെ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അത് കാണാൻ കയറുന്നുണ്ട്. അത് കാണാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ എക്സ്ട്രാ പൈസ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ടിക്കറ്റ് കൊടുത്തപ്പോൾ. അപ്പോൾ അതിലൊന്ന് ഈ ഒരു ടെറസ്ഡ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുന്ന 1400 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒത്തിരി വലിയ 6 റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള വീടുകളായിരുന്നു ഈ ടെറസ്ഡ് ഹൗസിൽ ഉണ്ടായിരുന്നത്. ാണ് ഹെർക്യുലീസ് ഗേറ്റ്. അപ്പോൾ ഇവിടെ മുതലാണ് ക്യുറേറ്റ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നതെന്ന്. താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഹെർക്യുലീസ് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ക്യുറേറ്റ് സ്ട്രീറ്റിലേക്ക് കയറുന്നത്. നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് എല്ലാം കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഹേഡ്രിയൻസ് ടെമ്പിൾ ആണ്. ഇത് എഫേസസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൂയിൻസ് ആണെന്നാണ് പറയുന്നത്. ഇത് റോമൻ എംപറർ ഹേഡ്രിയന് വേണ്ടി പണി കഴിപ്പിച്ച ടെമ്പിളാണ്. പിന്നെ ഒരു 4th century AD ഒക്കെ ആയപ്പോഴേക്കും ഇതൊരു ക്രിസ്ത്യൻ ചേർച്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ടെറസ്ഡ് ഹൗസിലേക്ക് പോവാണ്. ഇത് ഇവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൂയിൻസിൽ നിന്ന് അതിലൊരു ടെറസ്ഡ് ഹൗസിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഫ്രണ്ടിലേക്ക് ആയിരുന്നിടത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ €6 എക്സ്ട്രാ കൊടുക്കണമായിരുന്നു നമ്മളുടെ ടിക്കറ്റിൽ കൂടാതെ. ഒറിജിനൽ ആ സമയത്ത് പ്രിസർവ് ചെയ്ത ഒരു വീട്ടിനകത്തേക്ക് പോവുകയാണ്. 3rd century ഉണ്ടായ സീരീസ് ഓഫ് എർത്ത്ക്വേക്സിലെ വീടുകളെല്ലാം ഒരു മാക്സിമം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെരി സ്റ്റൈൽ courtyard of dwelling unit 6. ഇതൊരു വീടായിരുന്നു, ഒരു ഹൗസ് ആയിരുന്നു. ഇതുണ്ടോ, ഇതിങ്ങനെയാണ് അത് എടുത്ത് ബാക്കി വെച്ചിരിക്കുന്നത്. ഹൗസ് ഡ്വെല്ലിംഗ് യൂണിറ്റ് 6, ഹൗസ് നമ്പർ 6. 1400 മീറ്റർ സ്ക്വയർ എന്നല്ലേ പറഞ്ഞത്, സ്ക്വയർ മീറ്റർ എന്നല്ലേ പറഞ്ഞത്. അപ്പം വലിയ വീടായിരിക്കില്ലേ? എത്ര വലിയ വീടുകളായിരുന്നു. ഫ്രണ്ട് പോക്കും കയറി കഴിയുമ്പോൾ നമുക്ക്
കുറേ പെയിൻറ്റിങ്സ്, മൊസൈക്ക് കൊണ്ടുള്ള ഡിസൈൻസ്, മാർബിൾ കൊണ്ടുള്ള തൂണുകൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് ആണ് എത്ര വലിയ വീടുകളായിരുന്നു ഇതെന്നുള്ളതാണ്. അപ്പോൾ അവർ അതിനകത്ത് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു റൂമായിട്ട് അറേഞ്ച് ചെയ്ത് ഇതിനെ റീബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കയറി കാണുന്നത് നമുക്കൊരു പെർസ്പെക്റ്റീവ്, ഒരു വിഷ്വൽ പെർസ്പെക്റ്റീവ് തരും. ഇതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു അവരുടെ വീടുകൾ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഒരു 2D നിന്ന് ഒരു 3Dയിലേക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. This is 21, number 21, Basilica. This is a basilica where guests and clients were received by the owner. The main and lower part of the walls were raised with marble decor. The upper parts of the walls and the barrel walls are decorated with the frescoes. ഇത് ഗസ്റ്റിനെ സ്വീകരിച്ചിരുന്ന സ്ഥലമാകിയാവും. ഇതൊരു ഒറ്റ വീടാണ്. യൂണിറ്റ് 6. അത് ഏറ്റവും ലാസ്റ്റത്തെയാണ്. നമ്മൾ ടെറസ് ഹൗസ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നമ്മൾ കാണാൻ സെൽസ്യൂസ് ലൈബ്രറിയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് ഈ ഒരു റൂയിൻസിലെ സെൽസ്യൂസ് ലൈബ്രറി സെൽസ്യൂസ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗേറ്റ് ഓഫ് മാസ്യൂസ് ആൻഡ് മിത്രോഡേറ്റ്സ്. അത് 2 ആർക്കിടെക്ട്സ് ആയിരുന്നു, ഒരു സ്ലേവ്സ് ആയിരുന്നു. അപ്പോൾ ഈ ലൈബ്രറി സെൽസ്യൂസിന് വേണ്ടിയിട്ട് പണിതാണ്. പുള്ളിയുടെ ടൂംബ് ഇതിൻ്റെ അടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രേവ് ലൈബ്രറിയുടെ ഒരു എക്സാമ്പിളാണിത്. ഇത് ക്വീക്കിൽ പോയതായിരുന്നു. ഇതിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എംപയറിലെ ഒരു ഫേമസ് ഗവർണറായിരുന്നു സെൽസ്യൂസ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഖീല പണിതതാണ് ഈ ലൈബ്രറി. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടൂംബ് ഇതിൻ്റെ അടിയിലുണ്ടെന്നും ഇതിൻ്റെ ബേസ്മെൻറ്റിൽ 3 സ്റ്റാച്യൂസ്, സെൽസ്യൂസിൻ്റെയും ഒരു അഖീലയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. 2 സെൽസ്യൂസിൻ്റെ സ്റ്റാച്യു, ഒരു അഖീലയുടെ സ്റ്റാച്യു. നമ്മൾ കറക്റ്റാണെന്നറിയില്ല ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സെൽസ്യൂസ് ലൈബ്രറി. ലൈബ്രറി ഓഫ് സെൽസ്യൂസിൻ്റെ സൈഡിലായിട്ടാണ് ഗേറ്റ് ഓഫ് മാത്യൂസ് ആൻഡ് മിത്രോഡേറ്റ്സ് ഉള്ളത്. അതുവഴി കയറുമ്പോഴേക്കും നമുക്ക് കൊമേഴ്ഷ്യൽ അഗോറയിലേക്ക് വരാം. ഇവിടെയാണ് ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു എഫേസസിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ നിറയെ കൊമേഴ്ഷ്യൽ ഷോപ്സ് ആണ്. ഇവിടെ ടെന്റ് മേക്കർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അഖീലയുടെയും പ്രിസില്ലയുടെയും കൂടെ എന്നാണ് പറയപ്പെടുന്നത്. കൊമേഴ്ഷ്യൽ അഗോറയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ തിരിച്ച് വന്നു. ഈ കൊമേഴ്ഷ്യൽ അഗോറ അല്ലെങ്കിൽ ലൈബ്രറി ഓഫ് സെൽസ്യൂസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള സ്ട്രീറ്റാണ് മാർബിൾ സ്ട്രീറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കുമുള്ളതാണ് ദ ഗ്രേറ്റ് തിയേറ്റർ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാഡിയേറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റുകളൊക്കെ നടത്തുന്ന തിയേറ്ററാണ് ദ ഗ്രേറ്റ് തിയേറ്റർ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ സൗകര്യമുണ്ട്. ഇങ്ങനെ ഒരു ആംഫി തിയേറ്റർ മോഡലിലാണ്. ഏകദേശം 24,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് ആദ്യം ഒരു ഗ്രീക്ക് തിയേറ്റർ ആയിരുന്നു, പിന്നെ അതിനെ ഒരു റോമൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇവിടെ ആണെന്ന് തോന്നുന്നില്ല, അത് റോമിലായിരുന്നു, പക്ഷേ ദിസ് ഇസ് എ റോമൻ തിയേറ്റർ. നമ്മൾ ഗ്രേറ്റ് തിയേറ്ററിന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടാണ്, അതാണ് ഹാർബർ സ്ട്രീറ്റ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എഫേസൂസിനെ ഹാർബറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റ് ആണ് ഹാർബർ സ്ട്രീറ്റ്. നമ്മൾ എഫേസസിന്റെ സിറ്റിയുടെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്കിനി 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് മ്യൂസിയം കാണണം, പിന്നെ നമുക്ക് ചർച്ച് ഓഫ് മേരി കാണണം. ഇപ്പം നമ്മൾ ലാസ്റ്റ് അല്ല
നമ്മളിനി മ്യൂസിയത്തിൽ കയറാൻ പോവാണ്. എഫേസൂസ് എക്സ്പീരിയൻസ് മ്യൂസിയം ബാഗിനകത്ത്. അപ്പം നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കണം. സ്പെഷ്യൽ ടിക്കറ്റാണ്. മലയാളം മലയാളം നമുക്ക് ഓഡിയോ സംഭവമൊക്കെ കിട്ടി. നല്ല ക്ലാരിറ്റി അല്ലേ? എക്സ്പീരിയൻസ് മ്യൂസിയം മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. മ്യൂസിയം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ചർച്ച് ഓഫ് മേരിയിലേക്ക് പോകണം. അപ്പോൾ നമ്മളുടെ ഭാഗത്തായിട്ടാണ് ഒരു ജിംനേഷ്യം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി നമ്മളുടെ അടുത്ത ലൊക്കേഷൻ ചർച്ച് ഓഫ് മേരി. ഇത് എഫേസൂസിൻ്റെ ഏറ്റവും എൻഡിലായിട്ടുള്ളതാണ്. ഇതും ഭൂമികുലുക്കത്തിൽ തകർന്നു പോയതാണ്. അപ്പോൾ ഇതാണ് ചർച്ച് ഓഫ് മേരി. അപ്പം ഇത് ഒരു 4th century ഒക്കെ ആയപ്പോഴേക്കായിരിക്കും ഇത് ചർച്ച് ഓഫ് മേരിയായി മാറിയിട്ടുണ്ടാവുക. കാരണം ഓഫ് കോഴ്സ് അപ്പോഴാണ് ക്രിസ്ത്യാനിറ്റി ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറിയത്. അപ്പോൾ നമ്മുടെ എഫേസൂസ് ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. I hear the sounds of your heartbeat.